ഇന്ന് തകർക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് 5 വ്യത്യസ്ത വിഷയങ്ങളായിട്ടാണ് നമ്മൾ വരണേ. എല്ലാരും വേഗം വരും, ജോയിൻ ആവും. അതല്ല, ഇന്ന് പോള് ചെയ്ത് മരിക്കാം. 5, 4, 200, 220, 250 പോൾ ഉണ്ടായിരിക്കുന്നു മിനിമം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പരമാവധി ഇടയിൽ ഗ്യാപ്പ് തരാൻ നോക്കിയിട്ടുണ്ട് ഞാൻ. നമുക്ക് ഇങ്ങനെ വയ്ക്കാം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതേപോലെ ഒരു ദിവസം നമുക്ക് വയ്ക്കാം. പിന്നെ നമുക്ക് നോർമൽ ഒരു ഇതായിട്ട് പോവാം. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ ശനിയാഴ്ച വെച്ചാലോ? കാരണം നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത് എന്റെ ഒരു ടെൻഷൻ അതാണ്. അത് മുഴുവൻ എങ്ങനെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മൾ ഗ്രൂപ്പ് വഴി നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ ക്ലാസ്സസ് വഴി പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും നമുക്ക് മാക്സിമം നോക്കാം കേട്ടോ. നമ്മൾ റെഗുലർ ആവുക, സിസ്റ്റമാറ്റിക് ആവുക, പഠിച്ചു കൊടുക്കുക. മിസ്സിന്റെ ക്ലാസ് ഉണ്ടാവണല്ലോ. മിസ് ഷെഡ്യൂൾ ചെയ്തിട്ടില്ലേ? ഷെഡ്യൂൾ ഇല്ല മിസ്. എന്തോ ഷെഡ്യൂളിൽ എന്തോ ഒരു അബദ്ധം പറ്റിയെന്ന് പറയണ്ടായിരുന്നു മിസ്. മിസ് തെറ്റി നാളത്തെ ദിവസം കൊടുത്തു എന്ന് പറയാൻ എന്തോ പറയണ്ടായി. ഇന്ന് പിടിച്ചിടുന്നൊക്കെ പറയണ്ടായിരുന്നു. മിസ് വെളുപ്പിന് ഇരുന്നാണ് ചെയ്തത്, ഷെഡ്യൂൾ ചെയ്തത്. അപ്പൊ മിസ് പിറ്റേ ദിവസം രാത്രി ഇത് ചെയ്തപ്പോ പിറ്റേ ദിവസം എന്നുള്ള ഓർമ്മയിൽ എന്ത് ചെയ്തു, പിറ്റേ ഡേറ്റ് കൊടുത്തു. പിറ്റേ ഡേറ്റ് എന്ന് പറയാൻ ആക്ച്വലി നാളെയാണ്. പക്ഷെ ആ ഡേറ്റിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് മിസ്സിന് പറ്റണമില്ല. അപ്പൊ അത് നോക്കണം എന്നൊക്കെ പറയണ്ടായി. ബാക്ക് എൻഡിൽ അവരെന്തോ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ക്ലാസ് ഉണ്ടാവാം കേട്ടോ. ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരും. അപ്പൊ നമ്മൾ ഇന്നും ഇന്ത്യ ഫാക്ട്സ് ആണ് നോക്കണേ. ഇന്ത്യ ഫാക്ട്സിലെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു 5-6 ക്ലാസ്സിനോടും ഇന്ത്യ ഫാക്ട്സ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ ടോപ്പിക്സിലേക്ക് പോവുകയാണ്. നമ്മൾ അടുത്ത ആഴ്ച മുതൽ വേറെ ടോപ്പിക് ഞാൻ പറയാം എന്താണെന്ന്. ചെയ്തോളൂ. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 35.97% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് കണ്ടെത്തിയ കമ്മിറ്റി ഏതാണ്? %36 ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് കണ്ടെത്തിയ കമ്മിറ്റി ഏതാണ്? സർക്കാരിയ, മുഖർജി, ലക്കഡ്വാല, ലാജ ചെല്ലയ്യ. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലക്കഡ്വാലയാണ്. ആപ്പിളിന് ജോലി ഇല്ലേ? അടുത്ത, ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അമർത്യ സെൻ, മുഹമ്മദ് യൂനസ്, നോം ചോംസ്കി, ഇവരൊന്നുമല്ല. ഡെയിലി ഒരു ആപ്പിൾ കഴിച്ചാൽ മതി, ആരോഗ്യം നല്ലതാ. ഓക്കെ, കറക്റ്റ് ആൻസർ മുഹമ്മദ് യൂനസ് ആണ്. അടുത്തത്, ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതി സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നത്. ഇതിന് കാരണം എന്താണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്?
ഇന്ന് ഫുള്ള് ഫ്രീ ക്ലാസ്സസ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അല്ല, ഈ സെഷനിൽ ചെയ്യുന്നത് നമ്മൾ മിക്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇത് PYQ അല്ല. ഇന്നലെ നമ്മൾ ചെയ്ത് PYQ ആയിരുന്നു. അത് ചോദ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും PYQ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിന് മിക്സ് ആണ്, PYQ ഉണ്ട് അല്ലാത്തതുണ്ട്. അടുത്ത്, ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർവചൻ സദൻ, യോജന ഭവൻ, അന്തരീക്ഷ ഭവൻ, ആനന്ദ് ഭവൻ. ഗുഡ് മോർണിംഗ് ജിംലി, വീണ. നമുക്ക് ലീഡർ ബോർഡ് നോക്കാം. ആരാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, വിഷ്ണു, രേവതി, ഷീല, ജിസ്മോൻ, വൈഷ്ണ, പ്രീത, അപ്സര, പൂജ, കരിക്കാല, അഞ്ജു. ഭയങ്കര അതിശയം. എന്താണ് ഈ ലീഡർ ബോർഡിന്റെ അതിശയം? എന്താ അതിശയമാണ്, മോശമാണെന്നും പറയാം. നിങ്ങളൊക്കെ എവിടെ പോയി? ഗോൾഡും സിൽവറും കോപ്പറുകാരൊക്കെ എവിടെ? ശരി, നോക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാം, റാങ്ക് അറിയാം നമുക്ക്. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് യോജന ഭവനാണ്. ഒരാളല്ലേ ഉള്ളൂ, വിഷ്ണു മാത്രല്ലേ ഉള്ളൂ. ബാക്കി 9 പേരും പുതിയ കുട്ടികളല്ലേ. അത് മോശമാണ്. നിങ്ങളെ ഞാൻ എന്റെ പെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ എന്താ പറയാ കമാൻഡോ ട്രെയിനിങ് പോലെയൊക്കെ തന്ന് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ലീഡർ ബോർഡിൽ വന്നിരിക്കും, മോശമല്ലേ? കയറി വരണ്ടേ? നോക്കാം അല്ലെ? ഒരു 10-15 ചോദ്യം കഴിയട്ടെ, നമുക്ക് നോക്കാം. ശരി, ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഏതാണ്? വിൽപ്പന നികുതി, എക്സൈസ് നികുതി, തൊഴിൽ നികുതി, വാഹന നികുതി. ചോദ്യങ്ങൾ ഈസി ആയതാണോ അർത്ഥം? നിങ്ങളുടെ നിലവാരം കൂടിയതാണോ അർത്ഥം? ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, എക്സൈസ് നികുതിയാണ്. അടുത്ത, താഴെ പറയുന്നവയിൽ ദേശസാൽകൃത ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, വിജയ ബാങ്ക്. മറ്റേതൊക്കെ പ്രൈവറ്റ് ബാങ്ക്സ് അല്ലേ? ഫെഡറൽ ബാങ്കും ആക്സിസ് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഒക്കെ പ്രൈവറ്റ് ബാങ്ക്സ് ആണ്, നാഷണലൈസ് ചെയ്തിട്ടില്ല. മനസ്സിലുണ്ട്? ഈ 3 പ്രൈവറ്റ് ബാങ്ക്സ് ആണ്. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ബാങ്ക് ആണ്. മനസ്സിലുണ്ട്? വിജയ ബാങ്ക് ആണ് കറക്റ്റ് ആൻസർ. പക്ഷെ ഇപ്പൊ വിജയ ബാങ്ക് ഇല്ല. വിജയ ബാങ്ക് ഇപ്പോ ഏത് ബാങ്കിലാണ് ലയിച്ചത്? ബാങ്ക് ഓഫ് ബറോഡയുടെ ഭാഗമാണ് വിജയ ബാങ്ക് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ്, രഘുറാം രാജൻ, ഊർജിത് പട്ടേൽ, സുബ്ബാറാവു.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ശക്തികാന്ത് ദാസ് ആണ്. ഓക്കെ, അടുത്തത് ഉപഭോക്താക്കളുടെ സേവനം വർദ്ധിപ്പിക്കാനായി അടുത്തിടെ കുംഭകോണത്തെ സിറ്റി യൂണിയൻ ബാങ്ക് ആരംഭിച്ച റോബോട്ടിന്റെ പേരെന്താണ്? യൂണിയൻ, UBI, ഗംഗ, ലക്ഷ്മി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലക്ഷ്മിയാണ്. അടുത്ത ഗാന്ധിയൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? മഹൻലോബിസ്, കുമരപ്പ, അമർത്യാസൻ, മൻമോഹൻ സിംഗ്. SCRT ഉണ്ടോ ഈ ചോദ്യം? ഓക്കെ. പ്രമുഖ ഗാന്ധിയനും ഗാന്ധിജിയുടെ ഫോളോവർ ആയിരുന്ന കുമരപ്പ കേട്ടോ. ഗാന്ധിയൻ സാമ്പത്തിക വിദഗ്ധൻ കുമരപ്പയാണ്. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ബാങ്ക് ഏതാണ്? കാനറ ബാങ്ക്, SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഗ്രൂപ്പ് ലിങ്ക് മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കയറിക്കോളൂ. ഗ്രൂപ്പിന്റെ റൂൾസും കാര്യങ്ങളും പിന്നെ പറഞ്ഞുതരാം കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാനറ ബാങ്ക് ആണ്. അടുത്തത് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആരാണ്? പാർലമെന്റ്, പ്ലാനിംഗ് കമ്മീഷൻ, പ്രസിഡന്റ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇന്ന് 40 മാർക്കാണ് ഇന്നത്തെ കട്ട് ഓഫ് കേട്ടോ. 55 ചോദ്യങ്ങൾ, 40ആണ് കട്ട് ഓഫ്. നമുക്ക് ലീഡർ ബോർഡ് നോക്കാം. വിഷ്ണു, കരികാല, രേഷ്മ, അപ്സര, ദിവ്യ, സതീശൻ, ചിഞ്ചു, വൈഷ്ണ, അർജുൻ, ഷീല. ഓക്കെ, കറക്റ്റ് ആൻസർ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. അടുത്ത് ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? ലക്കഡ്വാല, കുമരപ്പ, മൽഹോത്ര കമ്മിറ്റി, രാജ ചെല്ലയ്യ കമ്മിറ്റി. നമ്മൾ ഈ ഭാഗം നമ്മൾ പഠിച്ചിട്ടില്ല. ബാങ്കിങ്, വ്യവസായം, ഇൻഷുറൻസ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ, ഇതൊന്നും നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. നമുക്കത് കുറച്ച് ബ്രേക്ക് വേണ്ടി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് നമ്മൾ ഇന്ത്യ ഫാക്സിനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബോറിംഗ് വരുന്നു അല്ലെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം. നിങ്ങൾ പ്രിപ്പയർഡ് ആവുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഇപ്പോ പരീക്ഷ എഴുതാൻ പ്രിപ്പയർ ആയി, പോയി എഴുതിക്കോ മക്കളെ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ ലെവല് വരെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ കറക്റ്റ് പിന്നാലെ നിങ്ങൾ പോരുക. അപ്പൊ നമ്മൾ കറക്റ്റ് പാതയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് കയറി ചാടി കയറി എക്സാം വരില്ലെന്ന് പ്രാർത്ഥിക്കാം. കാരണം നമുക്ക് ഒരുപാട് രീതിയിലൂടെ ട്രെയിൻ ചെയ്ത് വരാനായിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഒരു നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും നമുക്കൊരു എന്താ പറയാ, എന്റെ ഒരു ശൈലി എങ്ങനെയാണ്, ഞാൻ അങ്ങനെ പരാക്രമം അടിച്ച് കുറെ തന്ന് ഭയങ്കരതായി ചെയ്യുന്ന ഒരാളല്ല. ഞാൻ വളരെ സ്ലോ ആണ്, കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ക്ലാസ്സസ് എടുക്കുന്ന ഒരാളുമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു ശൈലി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഒരു താളം കിട്ടുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ഒരു പരാക്രമം വരില്ല. നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ പതുക്കെ താളത്തിൽ ചെയ്ത് കുറച്ചാൾ ചെയ്ത് നോക്കുന്നുണ്ട്,
2 മാസമായിട്ട് പഠിച്ചുകൊണ്ടിട്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ ചോദിക്കണ ഇതിനൊക്കെ എനിക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള വരും. പക്ഷെ ആദ്യമേ നമ്മൾ അത് കയറി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലാനുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളത്തില്ല. എന്തായാലും ഏകദേശം എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. എന്റെ രീതിയും ശൈലിയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, തിരിച്ചു വരാം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്? 2, 4, 5, 3. നമ്മളൊരു ഓട്ട മത്സരത്തിന് പോണ പോലെയാണ്. ഓടി തളർന്നു, പകുതി ആവുമ്പോഴേക്കും വയ്യാണ്ടായി, എന്നാലും നമ്മൾ ജയിക്കും. എന്താ കാരണം? സ്പിരിറ്റ് ആണ്. നമ്മുടെ കൂട്ടുകാരെ നമുക്ക് വേണ്ടി കൈയടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ആരോഗ്യം പോലും നോക്കാണ്ട് നമ്മൾ ഓടി നമ്മൾ ഫിനിഷിംഗ് ലൈനിൽ എത്തും. പലതിലും കണ്ടിട്ടില്ലേ, ഓടി നമ്മൾ വീഴാണ് പല ആൾക്കാർ. അതെന്തുകൊണ്ടാണ്? ആ സ്പിരിറ്റ് എവിടുന്നാ വരണേ? നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമുക്ക് തരുന്ന സ്പിരിറ്റ് ആണ്. ആ സ്പിരിറ്റിന്റെ പുറത്ത് നമുക്ക് എന്താ പറ്റുക അതിന്റെ മാക്സിമം നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അതാണ് ഒരു ഗ്രൂപ്പ് വഴി നമുക്ക് കിട്ടുന്ന ഒരു ഇത്. നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ ഡള്ളാണ്, നമ്മൾ പഠിക്കില്ല അല്ലെ. നമുക്ക് എങ്ങനെ വേണേൽ കള്ളത്തരങ്ങളും എന്താ പറയാ ചതികളും നമുക്ക് ചെയ്യാന്നുള്ളതാണ്, നമ്മൾ പഠിക്കില്ല. ഓക്കെ, 4ാം പഞ്ചവത്സര പദ്ധതിയാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1975, 80, 85, 90. PSCയുടെ ആൻസർ കീ ഒന്ന് എന്നോട് ചോദിക്കരുത്, എനിക്ക് അതിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. എവിടെയെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത് എന്നെക്കാളും ബെറ്റർ എക്യുപ്ഡ് നിങ്ങളായിരിക്കും. കാരണം നിങ്ങൾ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പോണ ആൾക്കാരാണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും പഠിക്കുന്നുണ്ട്, ഞാൻ ഡീപ്പായിട്ട് ഇപ്പൊ പഠിക്കുന്നില്ലല്ലോ. എന്നെ സംബന്ധിച്ച് എന്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചോദ്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ ഒപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പോകില്ല. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഞാനിപ്പോ നിങ്ങളുടെ ഒപ്പം പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ വരും നമ്മൾ. പക്ഷെ നമുക്ക് അതിന് സമയമില്ലാത്ത കാരണമാണ്. അപ്പോ PSCയുടെ കഥകൾ നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങളുണ്ട് PSC ഇങ്ങനെ പറയണമെങ്കിൽ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം ഗ്രൂപ്പിൽ കേട്ടോ. ഏതിന്റെയാണ് സെക്കൻഡ് എന്ന് പറയണേ? ഞാൻ SBIയിൽ വർക്ക് ചെയ്യാണ്, ഗൂഗിൾ. ഇതോ ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് 2ാമത്തെ എന്നാണ് PSCയുടെ പറയണത് അല്ലെ. 3, 4 പറയണ്ട. ഓക്കെ, അല്ല PSCയുടെ ആൻസർ കീയിൽ കണ്ടെന്നാണോ പറയണേ? അതോ ബുക്കിൽ റാങ്ക് ഫയല് വിശ്വസിക്കരുത്. ടാലന്റിലുള്ളതാവണമെന്നില്ല രക്ഷയിലുള്ളത്. അപ്പൊ അത് കണ്ട് നമ്മൾ പൊക്കി പിടിച്ച് പറയരുത്. PSCയുടെ കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ PSC അതാണ് ശരി എന്ന് പറഞ്ഞാൽ അതാണ് ശരി, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് 4 എന്ന് കണ്ടു. PSC 4 ആണ് ലാസ്റ്റ് തന്നത്. അതാണ് എന്റെ ഒരു പ്രശ്നം വരുന്നത്. കാരണം ഈ PSC എന്ന് പറഞ്ഞാലും ഓരോ ആൾക്കാർ ഇടുന്നതല്ലേ, ഓരോ അധ്യാപകരല്ലേ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരവരതിനനുസരിച്ച് മാറ്റി മാറ്റി വരികയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ പഠിച്ചു പോവാം, 4 തന്നെ പഠിച്ചു പോവാം കേട്ടോ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് എത്രയാണ്? 7, 8.2, 8, 7.2. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 8% കേട്ടോ. അടുത്തത്, റിസർവ് ബാങ്ക് ഗവർണറുടെ കാലാവധി എത്ര വർഷമാണ്? ഗുഡ് മോർണിംഗ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ? ബ്രേക്ക് ടൈം. ഓക്കെ, ഞാൻ പെട്ടെന്ന് വായിച്ചത് ബ്രിക്ക് ഗെയിം എന്നാണ് വായിച്ചത്. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ അറിയില്ല. പണ്ട് നമുക്ക് കിട്ടും ഈ ചെറിയൊരു സാധനം ബ്രിക്ക് ഗെയിം എന്ന് പറഞ്ഞിട്ട്, അറിയോ? അത് 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന്. 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ച എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞ സംഭവമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. എനിക്ക് 3 കണ്ടീഷൻസ് ആയിരുന്നു. ഒന്ന് ബ്രിക്ക് ഗെയിം, പിന്നെ സൈക്കിള്, പിന്നെ എന്തായിരുന്നു കേബിൾ കണക്ഷൻ. ഈ 3 കാര്യങ്ങളാണ് ഡിസ്റ്റിങ്ഷൻ മേടിച്ചു തരാന്ന് ഓഫർ ഉണ്ടായിരുന്നു.
ഇന്നൊക്കെ നമ്മൾ പിള്ളേർക്ക് ടാബും അതും മേടിച്ചു കൊടുത്താലും വിലയില്ല. അതിന്റെ മുകളിൽ അവര് ചപ്പും ചോറൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ റിസർവ് ബാങ്ക് ഗവർണറുടെ കാലാവധി എന്നുള്ള ഓപ്ഷൻ ബി 5 വർഷം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നികുതി ഇതര വരുമാനം ഏതാണ്? കിട്ടി. ബ്രിക്ക് ഗെയിം അല്ല ചോദിച്ചത്, വീഡിയോ ഗെയിം ഇല്ലേ, പ്ലേ സ്റ്റേഷൻ പോലത്തെ സംഭവമൊക്കെ ഇല്ലേ, വീഡിയോ ഗെയിമാണ് ചോദിച്ചത്. അത് ഫ്രണ്ടിന്റെ വീട്ടിൽ കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം, ആ ജോയ്സ്റ്റിക് ഒക്കെ വെച്ച് കളിക്കണ കണ്ടപ്പോ. അപ്പൊ ഞാൻ വല്ലപ്പോഴും പോവും. അപ്പൊ വീട്ടുകാർ സമ്മതിക്കില്ല, വല്ല വീട്ടിൽ പോയി നമ്മൾ കളിക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ. കുറെ നീ ഒന്നും പോകണ്ട, ഇവിടെ വീട്ടിലുള്ള സൗകര്യം വെച്ചതായാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര ആഗ്രഹമായിരുന്നു അത് മേടിച്ചു തരണം. അവസാനം കോംപ്രമൈസ് ചെയ്ത് ബ്രിക്ക് ഗെയിമിൽ ഒതുക്കി എന്നെ പറ്റിച്ചു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പിഴയാണ്. അടുത്ത്, മത്സ്യബന്ധന താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? കാർഷിക മേഖല, ദ്വിതീയ മേഖല, പ്രാഥമിക മേഖല, വ്യവസായ മേഖല. അതെ, ഡിസ്റ്റിങ്ഷൻ വാങ്ങിയപ്പോ അച്ഛമ്മ പിണങ്ങി. ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തല്ലുകൂടി. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രൈമറി സെക്ടർ ആണ് കേട്ടോ, പ്രാഥമിക മേഖലയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സ്വകാര്യ ബാങ്ക് അല്ലാത്തത് ഏതാണ്? ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്. നമസ്കാരം ജിത്തെ. ബാങ്കിങ് നിങ്ങളുടെ വളരെ മോശമാണ്. കാരണം ഞാൻ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ബാങ്കിലായതുകൊണ്ട് ഞാൻ പറയല്ല, ഈ ബാങ്കുകള് സ്വകാര്യ ബാങ്ക് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല, ഭയങ്കര മോശമാണ്. പ്രത്യേകിച്ച് ഇത് കേരള ബേസ് ചെയ്തുള്ള ബാങ്കുകളാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവിടെയാണ്, തൃശ്ശൂരാണ്. ധനലക്ഷ്മി ബാങ്ക് ഇവിടെ തൃശ്ശൂർ തന്നെയാണ്. ഫെഡറൽ ബാങ്ക് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് ഇത്തിരി നീങ്ങിയാൽ മതി, ആലുവയിലാണ് ഫെഡറൽ ബാങ്ക് വരുന്നത്. 3 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് തന്നെയാണ്. സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക് വരുന്നത്. ഇപ്പൊ ഏതാണെന്ന് അറിയാം സിൻഡിക്കേറ്റ് ബാങ്ക്? ഇപ്പൊ സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്ക് ആണ് കേട്ടോ, കാനറ ബാങ്കിൽ മേർജ്. അടുത്ത്, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പദ്ധതി കാലത്താണ്? 2, 3, 4, 5. നമ്മുടെ 34, 40 ആക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഞാൻ. എനിക്കും ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് വയ്യാണ്ടായിരിക്കും. ഇനിയും കിട്ടും, കിട്ടണേലും കിട്ടും, പക്ഷെ അങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടും കാര്യമില്ലല്ലോ. നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്റെ ഭാഗത്തുനിന്ന്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ലീഡർ ബോർഡ് നോക്കാം. ദിവ്യ, അപ്സര, സതീശൻ, വിഷ്ണു, ചിഞ്ചു, രേഷ്മ, ജോസ്തീന, അമ്മു, പ്രവീജ, കരികാല ചോളൻ. അമ്മു എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു, അമ്മു എനിക്ക് അയച്ചില്ല. എനിക്ക് അമ്മുവിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മു മെസ്സേജ് അയച്ചാൽ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കും. ജോസ്തീന ആദ്യമായിട്ടാണോ GK ലീഡർ ബോർഡിൽ വരുന്നത്? ജോസ്തീന കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 5-മത്തെയാണ് കേട്ടോ. അടുത്ത, ഗ്രാമീണ വികസനവും വികേന്ദ്ര ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമായിരുന്നു? ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? ഇപ്പൊ ജോസ്തീനക്ക് മനസ്സിലായോ ഞാൻ എന്തിനാ ജോസ്തീനെ ഞാൻ അന്ന് തെരഞ്ഞെടുത്തതെന്നുള്ളത്? ജോസ്തീന ഒരു മാസമായിണ്ടോ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് അല്ലേ?
ഒരു മാസത്തിന് മുമ്പാണ് ജോസിനോട് ചോദിച്ച ചോദ്യമാണ്. ജോസിനോട് പറഞ്ഞതാണ് ഞാൻ എക്സിറ്റ് ആവാം, കാരണം എനിക്ക് ആ ഗ്രൂപ്പിൽ നിൽക്കാണ്ട് യോഗ്യത എനിക്കില്ല, എന്റെ കൂട്ടുകാരെല്ലാവരും ലീഡർ ബോർഡിൽ വരുന്നു, ഞാൻ എക്സിറ്റ് ആയി പൊക്കോളാം എന്നുള്ളൊരു സജഷനാണ് ജോസിനെ തന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ശരി നവീൻ. അടുത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിന്റെ ചുരുക്ക പേര് എന്താണ്? ലിങ്ക് കിട്ടുന്നില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഒന്നുകൂടെ പോയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ത്? നീതി ആയോഗ് ആണ്, ഓപ്ഷൻ ഡി ആണ്, നീതി ആയോഗ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ആസാം, ഗോവ, ബോംബെ, ഗുജറാത്ത്. അതെ, ആസാമില് ഡിഗ്ബോയിൽ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ആസാം. ധന്യ ലേറ്റ് ആണോ? ക്വസ്റ്റ്യൻ ലേറ്റ് ആയിട്ടാണോ കാണുന്നത്? ധന്യ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ധന്യ, എനിക്ക് കേൾക്കുന്നില്ലേ? ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര. 5 ക്ലാസ് ഉണ്ട്. അടുത്ത ക്ലാസ് 2 മണിക്കാണ്. പിന്നെ വരുന്നത് 3:30-ക്കാണ്, പിന്നെ വരുന്നത് 5:30-ക്കാണ്, പിന്നെ വരുന്നത് 7 മണിക്കാണ്. രണ്ടരയ്ക്ക് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പശ്ചിമ ബംഗാളാണ്. ഇംഗ്ലീഷാണ് നമ്മൾ ചെയ്യണേ. മിക്സ്ഡ് ഇംഗ്ലീഷ് നമ്മൾ ചെയ്യാറില്ല, അതാണ് നമ്മൾ ചെയ്യണേ കേട്ടോ. ഇന്ന് ടോപ്പിക് അല്ല ചെയ്യണം. 3:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കേരള റിനൈസൻസ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ അടുത്ത ടോപ്പിക് വെച്ച് പഠിക്കാൻ പോണ സംഭവമാണ് കേരള റിനൈസൻസ് എന്നത്. ഓക്കെ, ഇന്നോ നാളെയായിട്ട് നമ്മൾ ടോപ്പിക്കായിട്ട് തുടങ്ങും. അതേപോലെ 5:30 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് ക്ലാസ് ആണ്, റിവിഷൻ ക്ലാസ് ആണ്. 7 മണിക്ക് മാത്സ് ടെസ്റ്റ് ആണ്. മാത്സ് ടെസ്റ്റ് വയസ്സിന്റെ കണക്ക് തന്നെ, ഒരു ടെസ്റ്റും കൂടെ നിങ്ങൾ വേണം എന്ന് പറഞ്ഞ കാരണം വയസ്സിന്റെ കണക്ക് ഒരു ടെസ്റ്റും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയാണ് കാര്യങ്ങൾ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ന് പ്ലസ് ക്ലാസ്സസ് ഇല്ല, ഇന്നത്തെ ഫ്രീ ക്ലാസ്സസ് ഇതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തോളൂ കേട്ടോ. ഇതിനനുസരിച്ച് നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഭക്ഷണമോ ചായയും ഇതൊക്കെ അതിന്റെ ഇടയിൽ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വരാൻ നോക്കുക. മാക്സിമം എല്ലാവരും വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇത്രയും ഏകദേശം ഗ്യാപ്പ് ഇട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ജാർഖണ്ഡിലെ ജാറിയ പ്രദേശം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെട്രോളിയം, സ്വർണം, കൽക്കരി, ചെമ്പ്. കുറച്ച് നാളത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വൺസ് ആ ഒരു ഒഴുക്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിച്ച ആൾക്കാരല്ലേ, നമ്മളൊക്കെ ആ ഒരു സ്പിരിറ്റിൽ നമ്മൾ മത്സരിച്ച ആൾക്കാരാണ് അല്ലെ. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, പഠിക്കാനായിട്ട് ഞാൻ വരുമ്പോ ഞാൻ പഠിക്കാൻ തീരെ താല്പര്യമില്ലാണ്ടുമ്പോ ഞാൻ ഡിഗ്രിയിലും PG യിലൊക്കെ ചെയ്തിരുന്ന ടെക്നിക്ക് ഞാൻ പറഞ്ഞു.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കൽക്കരിയാണ്. അടുത്തത്, വ്യവസായ മേഖലകളിൽ പുകയും മൂടൽ മഞ്ഞും കൂടി കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥേനെ പറയുന്ന പേരെന്താ? ഇപ്പൊ ഡൽഹിയിലൊക്കെ കാണാം ഫോഗ്, സ്മോഗ്, ഹിമം, തുഷാരം. ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കും, എന്റെ അച്ഛനും അമ്മയും എനിക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങൾ എന്താ, അല്ലെങ്കിൽ അവരെനിക്ക് ചെയ്തു തരുന്നത് എന്താണെന്നായിരിക്കും. അപ്പൊ എങ്ങനെ ആലോചിക്കും, എനിക്ക് കമ്പ്യൂട്ടർ മേടിച്ചു തന്നു, എനിക്ക് സൈക്കിൾ മേടിച്ചു തന്നു, ഇങ്ങനെ ആലോചിക്കും. അപ്പൊ ഞാൻ തിരിച്ച് എന്നോടെല്ലാം ചോദിക്കും, നീ അവർക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഞാനൊരു പയ്യനല്ലേ, പഠിക്കണ പയ്യനല്ലേ, എനിക്കിപ്പോ എന്താ ചെയ്യേണ്ട കാര്യമുള്ളത്? അപ്പൊ ദൈവം എന്നോടൊന്ന് പറയാണ്, എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ, നീ ചെയ്യുന്നുണ്ടോ? അപ്പൊ എന്താ ദൈവമേ എന്ന് തിരിച്ചു ചോദിക്കും. ദൈവം പറയും, പഠിക്കാം. നീ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നല്ല ജോലി കിട്ടിയാലേ നിന്റെ അച്ഛനമ്മ ഹാപ്പി ആവുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിച്ചൂടെ എന്ന് ചോദിക്കും. ആ ചോദ്യത്തിൽ ഞാൻ വീഴുക, കാരണം ഞാൻ തന്നെയാണ് ചോദിക്കുന്നത്, ഞാൻ തന്നെയാണ് ഉത്തരം ഇടുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്മോഗ് ആണ്. അടുത്തത്, മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിന്റെ ഉത്പാദനത്തിലാണ് പ്രസിദ്ധം? പന്ന. അപ്പൊ അതിൽ വീഴും. അപ്പൊ ഞാൻ വിചാരിക്കും, ശരി എന്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയും പഠിക്കാന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വരി പഠിക്കും, ഒരു പാരഗ്രാഫ് പഠിക്കും, ഒരു പാഠം പഠിക്കും, ഒരു സബ്ജക്ട് പഠിക്കും, അങ്ങനെ കുറേശ്ശായിട്ട് പഠിച്ചു. പിന്നെ ഞാൻ പൊതുവെ എല്ലാ കാര്യങ്ങളും ഞാനങ്ങനെ ഉൾവലിയുടെ ഒരാളാണ്. ബാക്കിയുള്ളവരെ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് ഞാൻ പിന്നിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ പഠന കാര്യത്തിൽ മാത്രം എനിക്ക് ഒരു ഈഗോ ഉണ്ട്. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരും വെട്ടിക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയുള്ള ഒരാളാണ്. എനിക്ക് ഇഷ്ടമല്ല, എന്നെ ആരും വെട്ടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഡിഗ്രി PG പഠിക്കുന്ന സമയത്ത് കാര്യമാണ് പറയുന്നത്. ഒരാൾ പോലും ഒരു സബ്ജക്റ്റിൽ പോലും, എന്റെ വീക്ക് സബ്ജക്ട് ആണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ അത് കുത്തിയിരുന്ന് കാണാപ്പാടാണെങ്കിൽ എങ്ങനെയെങ്കിലും പഠിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വജ്രമാണ്. അടുത്ത, ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഏതാണ്? ശരി പ്രജിത. ചണം, രാസവളം, പഞ്ചസാര, കടലാസ്. അപ്പൊ നമുക്കും ഇതേപോലത്തെ കുഞ്ഞു ടെക്നിക്സ് നമുക്ക് പ്രയോഗിക്കാം പഠിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ കുളിക്കണ സമയത്ത് ഭയങ്കര മടിയാണ്, തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ഭയങ്കര മടി, തലയിൽ വെള്ളം ഒഴിക്കാൻ ഭയങ്കര മടിയല്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുളിക്കാണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, നിനക്ക് നിന്റെ അമ്മോട് യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ നീ 10 എണ്ണുമ്പോഴേക്കും തലയിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ. അപ്പൊ എണ്ണലാണ് 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുമ്പോഴേക്കും ബക്കറ്റിലെ വെള്ളം ഫുൾ എടുത്ത് പടപടാന്ന് പറഞ്ഞ തലയിങ്ങനെ ഒഴിക്കും. അപ്പൊ അതൊക്കെ സൈക്കോളജി, കുഞ്ഞു സൂത്രങ്ങൾ നമുക്കറിയാം. നമുക്ക് നമ്മുടെ അമ്മയുടെ ഇഷ്ടം നമുക്ക് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല എന്നറിയാം. എങ്കിലും അങ്ങനെ പറയുമ്പോൾ കൊള്ളു നമുക്ക്, അല്ലെ? ഓപ്ഷൻ ബി രാസവള വ്യവസായമാണ് ധാതു അധിഷ്ഠിത വ്യവസായം. എക്സാമ്പിൾ രാസവള വ്യവസായമാണ്. അടുത്തത്, ഏത് രാഷ്ട്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് റൂർക്കല ഇരുമ്പ് ഉരുക്ക് വ്യവസായശാല ആരംഭിച്ചത്? വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണിത്. PSC ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ്. ജർമ്മനി, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ജപ്പാൻ. രാവിലെ തന്നെ ഫോണിനെ ചാകാൻ വിടാൻ പാടുമായിരുന്നോ? ഒരിക്കലും ചെയ്യരുത്. ആ യൗവനത്തിൽ തന്നെ അതിനെ മരിക്കാൻ അനുവദിക്കരുത് ജിമിലി. ഒന്നും തിന്നാൻ കൊടുത്തിണ്ടാവില്ല, കുത്തികളി മാത്രല്ലേ ഉള്ളൂ, അല്ലേ ജിമിലി? ഇടയ്ക്കൊക്കെ ഒന്ന് തിന്നാനും കൊടുക്കണ്ടേ? കോള് വന്നൂലോ. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴാണ് ഒക്കെ ബിസി ആവണം. ശരി, നമുക്ക് ലീഡറോട് നോക്കാം. ദിവ്യ, രേഷ്മ, ചിഞ്ചു, അപ്സര, വിഷ്ണു, പ്രവിജ, കരികാല ചോളൻ, സിംന, ജോസ്തീന, അമ്മൻ. ജോസ്തീന കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. പ്രവിജ കയറി വന്നു, രേഷ്മ കയറി വന്നു. ഓക്കെ, ഇത് നമ്മള് വോട്ടിംഗ് പോലെയാണ്, അല്ലെ? ലീഡ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇൻട്രസ്റ്റ് ആണ്. ആരുടെയാണ്? ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് റൂർക്കല. ഓക്കെ, താഴെ പറയുന്നതിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ പെടാത്തത് ഏതാണ്? വേലിയോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, കൽക്കരി. ഒന്ന് പുറത്ത് കിടന്നൊന്ന് കയറി നോക്കൂ. ഏതെങ്കിലും സ്ഥലത്ത് ഇരിക്കുമ്പോൾ റേഞ്ച് ഉണ്ട് എങ്കിൽ അവിടെ തന്നെ കൃത്യമായിട്ട് ഇരിക്കുക, മാറരുത്.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കൽക്കരിയാണ്. ഞാൻ വേണമെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ശരി പാപ്പി. അടുത്തത്, ഇന്ത്യൻ നഗരമായ ഭിലായി ഏത് വ്യവസായത്തിന്റെ കേന്ദ്രമാണ്? ഭിലായിൽ എന്താ ഉള്ളത്? തീവണ്ടി യന്ത്ര നിർമ്മാണം, ഇരുമ്പുരുക്ക്, തുണി, രാസവളം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇരുമ്പുരുക്കാണ്. അടുത്തത്, താഴെ പറയുന്നതിൽ മാംഗനീസിന്റെ ഉത്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്, ഒഡീഷ, കേരളം, തമിഴ്നാട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഒഡീഷയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? മുംബൈ, ലുധിയാന, കൊൽക്കത്ത, ലക്നൗ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കൊൽക്കത്തയാണ്. അടുത്ത്, ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്, ചെന്നൈ, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ. ഇന്ന് എന്തെങ്കിലും തീമുണ്ടോ വീനസ്? ഇന്നത്തെ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും തീമുണ്ടോ? പിടുത്തം കിട്ടിയോ? അവീലോ? അവീലായിട്ട് തോന്നിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജാർഖണ്ഡ് ആണ്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. അതെ, ഇൻഡസ്ട്രീസ്, വ്യവസായം, ബാങ്കിങ്, ധനകാര്യം അല്ലെ, ധനകാര്യം, വ്യവസായം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഗുജറാത്ത് ആണ്. പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കണേന്ന് പറയാം. നമ്മുടെ 34ാമത്തെ ഇന്ത്യ ഫാക്സിന്റെ ക്ലാസ് ആണ്. ഇന്ത്യ ഫാക്സ് ആണ് ഇപ്പൊ നമ്മൾ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ റിവിഷൻ ടെസ്റ്റ് ആണ് ഞങ്ങൾ ചെയ്യണേ. ഒരു 5-6 ക്ലാസ് കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇന്ത്യ ഫാക്സ് നമ്മൾ അവസാനിപ്പിക്കണം. അങ്ങനെ എല്ലാ ടോപ്പിക്സും നമ്മളിപ്പോ പഠിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ന് തൊട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ ഇനി ഫ്രീ ക്ലാസ്സസിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ടോപ്പിക് തരും. ആ ടോപ്പിക് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഒരു PDF തരും. പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ട്, പോൾ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ കയറി നമ്മൾ അവിടെ ഓൾറെഡി പോളുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതാത് ദിവസത്തെ പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ പോൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ ആ ടോപ്പിക് പഠിക്കുക, നേരെ പോൾ ഗ്രൂപ്പിൽ പോവുക, നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക. 100-150 ചോദ്യം അവിടെ എടുക്കുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ പഠനം എന്തായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങളുടെ ടെസ്റ്റിലൂടെ ഞാൻ നിങ്ങളുടെ അറിവ് ഒന്ന് അളക്കാം കേട്ടോ.
ഏറ്റവും പ്രധാനപ്പെട്ട 7 ടോപ്പിക്സ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണേ. ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സിനും കൂടെ ഫോക്കസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. കുറെ കുട്ടികൾക്ക് പേടിയാണ് കറണ്ട് അഫയേഴ്സ്. ശരിക്കും പേടിക്കേണ്ടാത്ത ഒരു ടോപ്പിക്കാണ്, വളരെ വാസ്റ്റ് ടോപ്പിക്കാണ്. എന്നാലും സാരില്ല, ആ പേടി അങ്ങോട്ട് മാറ്റാന്ന് വിചാരിച്ചു. കറണ്ട് അഫയേഴ്സ് നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത് തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ നമ്മൾ ഒരു കോഴ്സ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഈ 100 ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കേട്ടോ. മാക്സിമം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. നമുക്കിപ്പോ ഫ്രീ ക്ലാസ്സസ് ഇപ്പൊ ലിമിറ്റേഷൻസ് ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. അടുത്ത മാസം തൊട്ട് വരുന്നൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് എന്താ വെച്ചാൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ പഠനത്തിൽ തുടരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് 3 ഗ്രൂപ്പുകളുണ്ട്, സിൽവർ, ഗോൾഡ്, കോപ്പർ എന്നുള്ള 3 ഗ്രൂപ്പ് ആയിട്ട് ഞാൻ കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവർ ഇൻഡിവിജ്വലി ഞാൻ ഇത് കൊടുത്ത് ഞാൻ അവരെങ്ങനെ കയറി വരികയാണ്. അപ്പൊ നിങ്ങൾക്കും ആ ഗ്രൂപ്പുകളിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഗ്രൂപ്പിൽ റെഗുലർ ആവുക. ഓക്കെ, ഈ കാണുന്ന ഗ്രൂപ്പിൽ, മെയിൻ ഗ്രൂപ്പിൽ, അതുപോലെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് വരിക, പഠിക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടി വരിക, കൂടെയുള്ള ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോട് കൂടി. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ പിക്ക് ചെയ്യും. ഇന്നലെ 3-4 പേരും കൂടെ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ അതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല, എത്ര പേർക്ക് വേണമെങ്കിലും കയറാം. കാരണം പഠിക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള തോന്നൽ മാത്രം എനിക്ക് ഉണ്ടായാൽ മതി. അല്ലാതെ റാങ്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരാൾ തന്നെ ആവണമെന്നില്ല. ഓക്കെയാണ്. ഇനി എന്റെ ക്ലാസ്സസിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തരാം. ഞാൻ ഫ്രീ ക്ലാസ്സസ് ഞാൻ മെയിൻലി ഞാൻ ജിക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്ലസ്സിൽ ഞാൻ ചെയ്യുന്ന നേരെ വിപരീതമാണ്, ഇംഗ്ലീഷും മലയാളം മാത്സ് ആണ് ചെയ്യണത്. അതിലിപ്പോ ഞാൻ മാത്സും ഇംഗ്ലീഷാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സ് എന്റെ ഒരു കോഴ്സ്, ഫുൾ കോഴ്സ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ തൊട്ട് ഒരു ഫുൾ കോഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ, ഇവിടെ പല ബുക്കുകളിലും പോലും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും വിപുലമായിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു കളക്ഷൻ തന്നെയാണ് ആ ഒരു ഇതിനോട് ചെയ്തു വെച്ചേക്കണേ. ആ ഒരു കോഴ്സ് ഫുള്ള് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മാത്സിനോടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം മാറുകയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാത്സ് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് വൈസ് എന്നുള്ള ടീച്ചിങ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സുകളും കാണാം. അതുപോലെ തന്നെ ഇപ്പൊ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകളും കാണാം. ഇപ്പൊ ലൈവിൽ ഇപ്പോ മെൻസുറേഷന്റെ ഒരു കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാച്ചാണ്, രാത്രി 7 മണിക്കാണ് ബാച്ച്, എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അതുകൂടാതെ രാവിലെ ഇപ്പോൾ ഒരു 11:30 ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മാത്സിന് സ്പീഡ് കൂട്ടാനും നിങ്ങളുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്താനും വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. അതൊരു 100-150 ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ചിന്താഗതി, മാത്സ് എങ്ങനെ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിൽ ഒരു മാറ്റം വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ കോഴ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വരണം. നിങ്ങളുടെ സ്പീഡ് ഞാൻ ഗ്യാരണ്ടി തരാം. ഇപ്പൊ നിങ്ങൾ ചെയ്യണതിന്റെ 3 ടൈമിൽ നിങ്ങൾക്ക് പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇത് കൂടാതെ ഈ 2 കോഴ്സാണ്. ഇംഗ്ലീഷിന്റെ ഒരു കോഴ്സ് പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇംഗ്ലീഷിന്റെ കോഴ്സ്. ബേസിക് ഗ്രാമറിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സാണ്. അതും ഞാൻ ഈ മാത്സ് ചെയ്ത പോലെ തന്നെ ഒരു അസെറ്റ് ആയിട്ട് അവിടെ കിടക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ ചെയ്യുന്ന ഒരു കോഴ്സാണ്. അതായത് ഒരു റെസ്ട്രിക്ഷൻസും ഒരു പ്രഷറും ഇല്ലാതെ വളരെ വിപുലമായിട്ട് വളരെ സ്ലോ ആയിട്ട് സാധാരണ ഒരു കുട്ടിക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കോഴ്സ് കിടക്കണം. ഒരു 6 മാസം 1 കൊല്ലം കഴിഞ്ഞ് എന്റെ പിള്ളേർ എന്നോട് ഏതെങ്കിലും പിള്ളേർ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിശദമായിട്ടൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഇത് മാത്രം കണ്ടാൽ മതി എന്ന് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ കോഴ്സിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അന്നും ഉറപ്പുണ്ടായിരുന്നു മാത്സ് കോഴ്സിന് തീർച്ചയായിട്ടും കുട്ടികൾ വരും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അതേപോലെ ഇതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലൈവ് വരാൻ പറ്റാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈവിൽ വരാം കേട്ടോ. പ്ലസ്സിലെ കാര്യമാണ് ഈ കാര്യം പറയണത്. പ്ലസ്സിൽ ഇല്ലാത്തവരാണ് എങ്കിൽ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, പറ്റുമെങ്കിൽ നിങ്ങളൊരു 6 മന്ത്സിന്റെയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നിങ്ങളൊന്ന് പ്ലസ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകൾ കിട്ടും, ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും കിട്ടും, PDF ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 6 മാസം ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറി പോകാവുന്ന കാര്യമുള്ളൂ. കാരണം ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് ഇനി അടുത്ത വർഷം വരുന്നുണ്ട്. നമുക്ക് അറിവോ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മൾ പക്ഷെ ആ രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പല ജോലികളും കിട്ടാത്തത്. ഓക്കെയാണ്. അപ്പൊ എന്തുണ്ടെങ്കിലും ഒരു സഹോദരനെ പോലെ കണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കണ്ട, നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. ഞാൻ ഫ്രീ ആണെന്ന് മുറക്കിയ നിങ്ങളുടെ റിപ്ലൈസ് അതിന് മറുപടി തരാം. ഓക്കെ, ശരി, നമുക്ക് ടെസ്റ്റിലേക്ക് വരാം. ഇന്ത്യയിലെ പ്രധാന രാസവള ഉൽപാദന കേന്ദ്രം ഏതാണ്? ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടില്ലാത്ത ടോപ്പിക് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷാണ്. കാരണം ഞാൻ എല്ലാ വിഷയങ്ങളും എടുക്കണ കാരണം എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് ഇംഗ്ലീഷ്. പക്ഷെ ഏറ്റവും നമ്മൾ പേടിക്കുന്ന ടോപ്പിക്കുകളിൽ ഒന്നുമാണ് ഇംഗ്ലീഷ്. പേടി കാരണം വരുന്ന ഒരു ഇതാണ് അല്ലെ, ആ കൊമ്പൻ മീശൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. എന്റെ അല്ലേ ഞാൻ പറയണേ, ഇംഗ്ലീഷ് എന്നുള്ള ടോപ്പിക്കിന്റെ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഉള്ളു ശുദ്ധാണ് ഇംഗ്ലീഷ് എന്നുള്ള ടോപ്പിക്. വളരെ പാവമാണ്, എങ്ങനെ വേണമെങ്കിൽ മെരുക്കി നമുക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കാണ്. അത് ആഴത്തിലേക്ക് പോയാലും നമുക്ക് അറിയുള്ളൂ. നമുക്ക് ടഫ് ആവുന്നത് എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സിന്ദ്രിയാണ്.
അടുത്ത്, ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ആൾക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാവും. അയാൾക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിലാണ് അയാൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും ഡീപ്പായിട്ടുള്ള ആൾക്കാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. അല്ല, നമ്മൾ ഒരു തീരത്ത് നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ പഠിച്ചുള്ളൂ എങ്കിൽ ചോദിക്കുന്ന ആൾക്ക് നമുക്ക് ആ രീതി അതിനപ്പുറത്തേക്ക് വിട്ട് നമുക്കൊന്നും ഇതാൻ പറ്റില്ല. നമ്മുടെ കുറെ ടീച്ചർമാരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പുറം ഇപ്പുറം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അറിയില്ല. അവര് കറക്റ്റ് തലേ ദിവസം അവർക്ക് അവരുടെ ഒരു ഹാൻഡ് നോട്ട് ഉണ്ടായിരിക്കും. അത് നോക്കി അവർ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് കാണാപ്പാടം പഠിച്ചു വന്ന് പിറ്റേ ദിവസം അത് തന്നെ ഒരു ഡെലിവറിയാണ്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അങ്ങനെ പഠിക്കുന്ന നമ്മൾ നന്നാവോ? ആലോചിച്ച് നോക്കും. ഓപ്ഷൻ ഡി രാജസ്ഥാനാണ് കറക്റ്റ് ആൻസർ. ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉരുക്ക് നിർമ്മാണശാല ഏതാണ്? ഇതും വളരെയധികം PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഇല്ല. അപ്പോ നമ്മളെ പേടി കൂടി കൂടി വരുമെന്നല്ലാതെ നമ്മൾ മലയാളം എന്നുള്ള ഭാഷ പഠിക്കാൻ ഇത്ര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? നമ്മൾ സംസാരിച്ച് തുടങ്ങുന്ന പല വാക്കുകളുടെ അർത്ഥം അറിഞ്ഞിട്ടാണ്, കേട്ട് കേൾവിയിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കണതാണ്. ഇങ്ങനെ പറയണു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇതാണ്. ഇപ്പൊ എന്റെ മോനിപ്പൊ പറയും, ഇടയ്ക്ക് പറയുന്ന ഒരു വേർഡാണ്, അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞിട്ടല്ല, പക്ഷെ അവനത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ ചീത്തയാന്ന് അവന് മനസ്സിലായി. അപ്പൊ ആരെങ്കിലും പറയുന്ന കേട്ടവൻ പറയുന്നതാണ്, അർത്ഥം അറിഞ്ഞ് പറയുന്നതല്ല. കേൾവിയിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് പക്ഷെ അതിന്റെ സാഹചര്യം നമുക്ക് ഇല്ലാത്ത കാരണമാണ് നമുക്ക് ഇംഗ്ലീഷ് ടഫായി വരണേ എന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ദുർഗാപൂർ ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം അതാണ്, ഇംഗ്ലീഷ് ഏറ്റവും സിമ്പിൾ ടോപ്പിക്കാണ്. നിങ്ങളത് സമ്മതിക്കും, ഒരു കാലം വരും, ആ കാലം വരുമ്പോൾ നിങ്ങൾ സമ്മതിക്കും. സിമ്പിൾ പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ലോ, 20 മാർക്ക് നമുക്ക് പോക്കറ്റിലേക്ക് നേടിത്തരാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ. PSC കാര്യമാണ് പറയുന്നത് കേട്ടോ. ഹയർ ലെവൽ എക്സാംസ് അല്ല, ഒരു LDC ലെവൽ എക്സാമിന് 20 മാർക്ക് നമുക്ക് സുഖമായിട്ട് പോക്കറ്റിലേക്ക് നേടി തരുന്ന ഒരു ടോപ്പിക്കാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വ്യാപാരമാണ്. അടുത്ത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര, കർണാടക, MP, ജാർഖണ്ഡ്. മലയാളം കോഴ്സ് ഞാൻ പറഞ്ഞു, ഞാൻ SCRT കൂടെ ക്ലബ് ചെയ്ത് ഒരുമിച്ച് ഒരു ഒറ്റ കോഴ്സായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. അപ്പൊ അതിനെനിക്ക് എനിക്ക് നന്നായി പ്രിപ്പയർ ചെയ്യണം. ഞാൻ പ്രിപ്പറേഷനും കൂടുതൽ ഇത് കൊടുക്കുന്ന ഒരാളാണ്. എന്റെ ഉള്ള അറിവ് വെച്ച് ഞാൻ വെറുതെ വന്ന് ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊണ്ട ഒരാളല്ല. എനിക്ക് അതിൽ തൃപ്തിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ പഠിപ്പിലൂടെ നിർത്തി പോകുന്നതാണ്. നിങ്ങൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം, അതിനേക്കാൾ കൂടുതൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, മനസ്സിലാവുണ്ടോ? നിങ്ങളിപ്പോ ഈ ലൈവിൽ കാണാൻ എന്നെ കാണുന്നുള്ളൂ, ഇതിനപ്പുറം എനിക്ക് എത്ര വർക്ക് ഉണ്ട് എന്താന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ആണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? മലയാളം നമ്മൾ എങ്ങനെ സിമ്പിൾ ആക്കി? നമ്മൾ ചണം, റബ്ബർ, പരുത്തി, ഗോതമ്പ്. മലയാളം നന്നായി അറിയുന്ന ആൾക്കാർ തന്നെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറെ നാൾ താമസിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവരെ മലയാളം ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ സ്ലാങ് മാറും, അല്ലെങ്കിൽ ചില വാക്കുകൾ അവർക്ക് കിട്ടില്ല. നമ്മൾ പറയുന്ന പോലെയുള്ള ആ കൊളോക്കിയലായിട്ടുള്ള വാക്കുകളൊക്കെ അവർ മറക്കുക വരും അല്ലെ, ഒപ്പിച്ചൊക്കെ പറയുന്നത് മാത്രം. അതിന്റെ റീസൺ എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പരുത്തിയാണ്. അടുത്തത്, ഭിലായ് ഇരുമ്പ് ഉരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് ആരംഭിച്ചത്? ഡെയിലി യൂസ് ആണ്, പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് അതുപോലെ തന്നെയാണ്, പ്രാക്ടീസ് ചെയ്യുക. ആദ്യം തന്നെ ആ വിഷയത്തോടുള്ള പേടി മാറ്റുക. നമ്മൾ എന്താ പറയാ, ആ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് ആ ഗിഫ്റ്റിന് എടുക്കും. പേടി മാറ്റിയതിനു ശേഷം അതിനെ നമ്മൾ സമീപിക്കുക. പിന്നെ ഭാവിയെ കുറിച്ച് ചിന്തിക്കരുത്. ഇന്ന ദിവസം ഇത്ര ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇത്ര. പലരും പ്ലാൻ ചെയ്യും, ഇന്ന് നമുക്ക് ഒരു 10 ഇഡിയംസ് പഠിക്കാം, 30 ദിവസം കൊണ്ട് 300 ഇഡിയംസ് നമ്മൾ പഠിക്കും. ആ പ്ലാനിങ് വേണ്ട. ഇന്ന് എന്ത് പറ്റോ ഇന്നത് പഠിക്കുക. നാളെ ഇഡിയംസ് പഠിക്കാനുള്ള മൂഡ് നിങ്ങൾക്കില്ലേ, വേറെ എന്തെങ്കിലും പഠിക്കാനാണോ, അത് പഠിക്കുക. എത്രയായാലും അറിവ് തന്നെയാണ്. ഇഡിയംസ് മാത്രം പഠിച്ചുകൊണ്ടല്ല അറിവ് തരുന്നത്, എല്ലാം അറിവ് തന്നെയാണ്.
ഒന്നും പഠിക്കാതിരിക്കുക. മനസ്സിലാവണ്ടോ? എന്തെങ്കിലും ഇങ്ങനെ മാറി 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 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് റിപ്പീറ്റേഷൻ വേണം, പക്ഷെ ബോറടി ആവാനും പാടില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ സോവിയറ്റ് യൂണിയൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? LDC ലെവൽ മലയാളത്തിന് 20 മണിക്കൂർ മതി ഗ്രാമർ പഠിക്കാനായിട്ട്. 20 മണിക്കൂർ കൊണ്ട് നമുക്ക് ഗ്രാമർ LDCയിലെ ചോദിക്കുന്ന ഗ്രാമറിന് ഉത്തരം പറയാവുന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. പിന്നെ വൊക്കാബുലറി ഒക്കെ നമ്മൾ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. ഞാൻ എന്റെ ഒരു കഷ്ടകാലം എന്ന് പറയാം, ഞാനൊരു എന്താ പറയാ മലയാള സാഹിത്യം എന്ന് പറഞ്ഞിട്ട് ഒരു വിപുലമായിട്ടുള്ള ഒരു ടോപ്പിക് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്തു വെച്ച സംഭവമാണ്. അതൊരു ബാച്ചിൽ കൊണ്ട് ഞാൻ ചെയ്തതാണ്. ആ ബാച്ച് എടുത്ത് ഒരു കാട്ടി കളഞ്ഞത് KS-ന്റെ ഒരു ബാച്ച് ആയിരുന്നു അത്. KS-ന്റെ കോഴ്സ് കഴിഞ്ഞപ്പോൾ അവർ എടുത്തിട്ട് ഒരു കാട്ടി കളഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ ആ കോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു മുതൽക്കൂട്ടാവുമായിരുന്നു ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഫുൾ എടുത്തു കഴിഞ്ഞതായിരുന്നു. എനിക്കൊരു 30-35 ക്ലാസ്സിന് മേലേക്ക് നമ്മൾ അതിൽ എടുത്തു തോന്നും. മുംബൈ ഹൈ ആണ് കറക്റ്റ് ആൻസർ. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇല്ല, അതവർ കളഞ്ഞു. അത് അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ അതിലത്തെ ഒരു എഡ്യൂക്കേറ്റർ ആയിട്ട് അവർ തെറ്റിയപ്പോ അയാളുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. അയാളുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തപ്പോൾ അവർ എന്ത് ചെയ്തു? ആ കോഴ്സിനെ എടുത്ത് കാട്ടി കളഞ്ഞു. കാരണം KS എക്സാം കഴിഞ്ഞില്ല, ഇനി എന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KS-ന് വേണ്ടി മലയാളം എടുക്കാൻ പറഞ്ഞിട്ടാണ് എന്നെ സമീപിച്ചത്. ഞാൻ KS-ന് വേണ്ടി തന്നെ മലയാളം എടുത്തു തുടങ്ങി. പക്ഷെ ഭൂരിഭാഗം വന്നിരുന്ന കുട്ടിയോട് എന്റെ LDC-യുടെ കുട്ടിയോടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ LDC-യുടെ ക്ലാസ്സസ് തന്നെ ഇതിലൂടെ ചെയ്യാമെന്ന് തോന്നി. അപ്പൊ KS-നും LDC-ക്കും കോമൺ ആയിട്ട് വരുന്നതാണ് മലയാള സാഹിത്യം എന്നുള്ളത്. അപ്പൊ ഞാൻ അത് സ്പെഷ്യലൈസ് ചെയ്ത് ഞാൻ അത് ഫുൾ ടോപ്പിക് ഞാൻ അതന്നെ എടുത്തു. ഫുൾ ക്ലാസ്സും മലയാള സാഹിത്യം തന്നെ എടുത്തു. പക്ഷെ ആ കോഴ്സ് കളഞ്ഞു. ഓപ്ഷൻ സി കർണാടകമാണ് കറക്റ്റ് ആൻസർ. അടുത്ത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? ആ നോട്ടൊക്കെ എഴുതി വെച്ച ആൾക്കാർക്ക് കിട്ടും. അന്നത്തെ ഞാൻ എപ്പോഴും പറയും നോട്ട് എഴുതി വെക്കാൻ പറയുന്നു. നോട്ടൊക്കെ എഴുതി വെച്ചവർക്ക് ആ നോട്ട്സ് അവിടെ ഉണ്ടാവും. കാറ്റ്, സൗരോർജം, കൽക്കരി, ജലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കൽക്കരിയാണ്. അടുത്ത്, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ആരംഭിച്ച സ്ഥലം ഏതാണ്? നമ്മളിപ്പോ ചോദിച്ചതല്ലേ, എന്തായാലും പോകണം. അങ്കുരി, ദിഗ്ബോയ്, മുംബൈ, പാറ്റ്ന. സ്റ്റേറ്റാ ചോദിച്ചത് നമ്മൾ. അപ്പൊ ഞാൻ ഒരു ഫ്രീ ഹിറ്റ് തന്നു അല്ലെ. കറക്റ്റ് ആൻസർ ദിഗ്ബോയ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്ത സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, രാജസ്ഥാൻ. കറക്റ്റ് ആൻസർ മഹാരാഷ്ട്രയാണ്. അടുത്ത്, SR ഓയിൽസിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ, നോയിഡ, ഡെറാഡൂൺ, ന്യൂഡൽഹി. എന്റെ നമ്പറിൽ വാട്സപ്പ് അയച്ചോളൂ. ടെലിഗ്രാം വഴി ലിങ്കിൽ കയറിയിട്ട് അയക്കണമെങ്കിൽ അങ്ങനെ അയച്ചോളൂ. നമ്പർ അറിയാലോ, 9048549897. SR ഓയിൽസ് ആസ്ഥാനം
ഓപ്ഷൻ എ മുംബൈ ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പ് ഉരുക്കുശാല ഏതാണ്, അല്ലെങ്കിൽ എവിടെയാണ്? ഭിലായ്, ബൊക്കാറോ, വിശ്വേശ്വരയ്യ, ടാറ്റ. നാൽപ്പതല്ലേ ഇന്ന് കട്ട് ഓഫ് ഇട്ട് നമ്മള്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അല്ലെ? എത്രയായിരുന്നു കട്ട് ഓഫ് നമ്മൾ ഇട്ടേ? 40 അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദുർഗാപൂർ, റൂർക്കല, ബൊക്കാറോ, ഭിലായ്. നമുക്ക് ലീഡർ ബോർഡ് നോക്കാം. ദിവ്യ വേണുഗോപാൽ, ചിഞ്ചു അശോകൻ, പ്രവിജ, രേഷ്മ, കരികാല ചോളൻ, അർജുൻ, രചന, വീനസ്, ഷീല, ഷഹല. കുറച്ച് ആൾക്കാർ കയറി വന്നല്ലോ. വെരി ഗുഡ്. ഓക്കെ, ദിവ്യ നന്നായി പഠിക്കുന്ന കുട്ടിയാണല്ലോ. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഏതാണ്? ജാരിയ, റാണിഗഞ്ച്, നാഗ്പൂർ, നെയ്വേലി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റാണിഗഞ്ച് ആണ്. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ഏതാണ്? പരുത്തി, പഞ്ചസാര, ചണം, രാസവളം. ജി കെ എന്നുള്ള ടോപ്പിക്കിനാണ് പേടിക്കേണ്ടത്. മലയാളത്തിനും ഇംഗ്ലീഷിനും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒന്ന് വിചാരിച്ച് നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കാം. കാരണം വെച്ചാൽ ജി കെ എവിടുന്ന് വരാന്ന് പറയാൻ പറ്റുന്ന തന്നെ ഒരു അനിശ്ചിതത്വം ഉണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ പ്രസിഡന്റ് ആരാണ്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി. ആദ്യത്തെ ജില്ലകളുടെ എക്സാം കഴിയുമ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്, എന്താണ് അവർ ഉദ്ദേശിച്ചേക്കണെന്ന് കിട്ടുന്നുണ്ട്. അവസാന സമയത്ത് എഴുതുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് കറക്റ്റ് സ്ട്രാറ്റജി മനസ്സിലാക്കി പഠിക്കാം. നമുക്കൊരു ഊഹത്തിലല്ലേ പഠിക്കാൻ പറ്റും. എന്തായാലും ഒരു അരക്കെട്ട കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ പ്ലസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ ഇനി ഏറ്റവും അവസാനം ഉദ്ദേശിക്കുന്നതാണ് ഒരു കുറച്ച് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് പ്ലസ്സിൽ നമുക്കൊന്ന് ചെയ്യണം. ഇംഗ്ലീഷിന്റെ കാര്യമാണ് പറയണേ. ഓപ്ഷൻ ബി പ്രധാനമന്ത്രിയാണ്. വ്യവസായ മേഖലയിൽ മഹാരത്ന പദവി ലഭിച്ചിട്ടില്ലാത്ത കമ്പനി ഏതാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, കോൾ ഇന്ത്യ ലിമിറ്റഡ്. നോർമലി ട്രിവാൻഡ്രാണ് വരാറ്, പറയാൻ പറ്റില്ല. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വ്യവസായ നയം അംഗീകരിച്ച വർഷം ഏതാണ്?
ഇന്ന് എത്ര പേര് 5 ലീഡർ ബോർഡിലും കയറും നോക്കട്ടെ. 5 ലീഡർ ബോർഡിലും കയറിയാണ് ഇന്നത്തെ ചാമ്പ്യൻ. നോക്കാം മൾട്ടിപ്പിൾ വിഷയങ്ങളിൽ അറിവുള്ള ആളാരാന്ന് നോക്കാം. 48, 50, 56, 52. കൊറോണ അങ്ങനെ സ്റ്റോപ്പ് ആവുമെന്ന് പറയാൻ പറ്റും? ഒരു ജില്ലയിൽ മാത്രമായിട്ട് അങ്ങനെ സ്റ്റോപ്പ് ആവോ? ഇന്നത്തെ ലീഡേഴ്സ് ഇങ്ങനെയാണ്: ചിഞ്ചു, രേഷ്മ, പ്രഭിജ, കരികാല ചോളൻ, ദിവ്യ, വീനസ്, അർജുൻ, ഷീല, ഷഹല, അപ്സര. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഷഹല മാക്സ് ഒന്ന് ഉഷാറാക്കി തന്നെ ഷഹല സുഖമായിട്ട് ഷഹലക്ക് കയറി പോരാ. ഒന്ന് ആഞ്ഞു പിടിക്കണം ഷഹല, എന്നാലാണ് മാക്സ് ഒന്ന് ഉഷാറാക്കാൻ പറ്റുള്ളൂ. കാരണം ശരാശരി എന്താണോ ശരാശരിയിൽ താഴെ എന്നുള്ള ചിന്താഗതിയിലാണ് ഷഹല നിൽക്കണേ. ഷഹല തന്നെ വിചാരിക്കണം കയറി പോരാനായിട്ട്. ഷഹലയ്ക്ക് ഒരുപക്ഷെ ഏറ്റവും വലിയ തടസ്സമാവുന്നത് മാക്സ് തന്നെ ആയിരിക്കാം കേട്ടോ. അപ്പൊ ശരി ഡിയേഴ്സ്, നിങ്ങളുടെ റാങ്ക് ഒന്ന് അടിക്കൂ. കറക്റ്റ് ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ സി ആണ്, 1956 ആണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇംഗ്ലീഷിന്റെ മിക്സ്ഡ് ഇംഗ്ലീഷ് ആണ്, എല്ലാ വിഭാഗത്തിൽ നിന്നും മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് കാണാം. ഓക്കെ, അമ്മു മെസ്സേജ് അയക്കും കേട്ടോ. അമ്മു ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കും.